എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മാഷ്ടമി ആശംസകൾ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പണ്ട് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്പലത്തിൽ പോകുമ്പോൾ മുടി അഴിച്ചിട്ട് പോകാൻ പാടില്ലെന്ന്. അപ്പോൾ അത് നമ്മളിങ്ങനെ പാലിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ കെട്ടി വെക്കുമായിരുന്നേ. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സ്ഥിരം കലാപരിപാടിയായ ഒരു വഴക്കുണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിലെത്തിയ കേട്ടോ. ഇവിടെ ഇന്ന് കഴിയാണ് സപ്താഹത്തിൻ്റെ അവസാന ദിവസം, അഷ്ടമി രോഹിണി മഹോത്സവം. ഉത്സവമായതുകൊണ്ട് തന്നെ ഒത്തിരി കടകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നേരെ സപ്താഹ പന്തലോട്ടാണ് കേട്ടോ പോയത്. അഷ്ടമി രോഹിണി സദ്യയാണ്, വിഭവ സമൃദ്ധമായ. അത് കഴിഞ്ഞ് നമ്മൾ ശിവൻ്റെ നടയിൽ വന്ന് തൊഴുതു. അവിടെ തിരക്ക് കുറവായതുകൊണ്ട് നല്ല സ്വസ്ഥമായിട്ട് തൊഴാൻ പറ്റിയേ. കൂടുതലും ഭഗവാന്റെ നടയിലാണ്, കാരണം നിവേദ്യ സമയം ആയതുകൊണ്ട് എല്ലാവരും അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നേ. നമുക്കിനി ഭഗവാനെ തൊഴാൻ പോവാം. ഭഗവാനെ തൊഴാൻ വേണ്ടി നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അതേ നിൽക്കുന്ന കണ്ടോ. അപ്പോൾ കുഞ്ചുവിനെ നിലത്ത് നിർത്താനേ പറ്റില്ല, നല്ല തിക്കും തിരക്കായതുകൊണ്ട് അവൾ എടുത്തൊക്കെ നിന്നാണ് ഞാൻ തൊഴുതത്. എന്നാലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയേ. ഈ ഒരു ദിവസം ഭഗവാനെ തൊഴുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാണുന്നത് കണ്ടോ, ഊണ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ തിരക്കാണ്. റോഡിൽ നിന്നേ ഇങ്ങനെ തുടങ്ങും. ഒരു 11 മണി തൊട്ട് ക്യൂ നിന്നാലേ ഒരു മണിക്കെങ്കിലും കിട്ടുമല്ലേ. പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടും, കുഞ്ചു ഉള്ളത് കൊണ്ട്. കുട്ടികളെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വിളമ്പി ചോറ് നമ്മുടെ കയ്യിലോട്ട് തരുവേ. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലിപ്പ് ഒന്ന് ഒടിഞ്ഞു ഗൈസ്. പിന്നെ പുതിയ ക്ലിപ്പ് വാങ്ങാൻ വേണ്ടി നമ്മൾ കടയിലോട്ട് ഇറങ്ങിയേ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പൂവിൻ്റെ ക്ലിപ്പാണ് കേട്ടോ ഞാൻ കുത്തിയിരുന്നത്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഈ കടയിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ വാങ്ങാന്നോർത്താണ് പോയി നിൽക്കുന്നത്. ഓരോന്നെടുത്ത് കാണിച്ചിട്ട് ഏതാ നല്ലതെന്ന് ശരനോട് ഞാൻ ചോദിക്കണം കേട്ടോ. പക്ഷേ ഇങ്ങനെ കുറേ എണ്ണം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏത് വേണമെന്ന് കൺഫ്യൂഷനായത്. ആ കാണിച്ചത് മൊത്തം അങ്ങ് എടുത്തേ. കമ്മലിൻ്റെ കളക്ഷൻ കണ്ടോ. ഇതേപോലെ ഉത്സവത്തിനും മുല്ലയ്ക്ക് ചെറുപ്പിനൊക്കെ പോകുമ്പോഴാണല്ലേ നമുക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള കമ്മലുകൾ കാണുന്നത്. ഒരു ലേഡി സ്റ്റോറിൽ പോലും ഇത്രയും ഭംഗിയുള്ള കമ്മലുണ്ടാവില്ല അല്ലേ. പിന്നെ കുറേ നേരം തേരാപ്പീര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറേ കടയിലൊക്കെ കയറി കുറേ നേരം പോയി ആ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ഇരിക്കണം സമാധാനത്തോടെ. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ കുഞ്ചുവിനെ ഒന്ന് കൂളാക്കാൻ നിർത്തണം കേട്ടോ നമ്മളവിടെ പോയി ഇരുന്നത്. പിന്നെ നമ്മളവിടെ ഇരുന്നപ്പോഴത്തേക്കും 2 അമ്മവും ഒരു ചോറൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. കുഞ്ചുവിൻ്റെ വഴക്കുണ്ടപ്പോൾ പപ്പടം കൊടുത്തൊക്കെ സെറ്റാക്കാൻ നോക്കി, പക്ഷേ നോ രക്ഷ. ഈ കാണുന്നത് കുഞ്ചുവിനെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള അളവാണ്, പക്ഷേ അതും നോ രക്ഷ. പിന്നെ കുഞ്ചുവിൻ്റെ അമ്മയുടെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങി കഴിച്ചേ. പനിയായതുകൊണ്ട് കുഞ്ചുവിനെ കൂട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കണ്ണൻ്റെ പ്രസാദവും പായസമൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത്.